വേർപാടിന്റെ വേദനയെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാനാവുന്നുണ്ടോ? നോമ്പിൽ ഇത്തിരി കൂടുതൽ നേരം ചിന്തിക്കേണ്ട ധ്യാനമാവട്ടെ ഇത്. വേർപിരിയും മുമ്പേ മറക്കാതെ സ്നേഹിക്കാനുള്ള ഒരു ക്രിസ്തു പാഠത്തെ നാം എത്രത്തോളം കാര്യമാക്കിയിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള വേർപിരിയലിലെ സങ്കടം നമ്മെ എപ്പോഴെങ്കിലുമൊക്കെ ഒലിച്ചിട്ടുണ്ട്. നിറയ്ക്കാത്ത നേരത്തിലെ വേർപിരിയലിലെ സങ്കടം ശിഷ്യന്മാരെ കുറെയൊന്നുമല്ല ഉലച്ചത്. ഒറ്റ ഉത്തരമേ അതിനെ മറികടക്കാൻ ഈശോ പഠിപ്പിക്കുന്നുള്ളൂ. ജീവിതം ക്ഷണഭംഗമാണെന്നുള്ള അവബോധത്തിൽ ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. അതൊരു സുഹൃതമാണ്. മതിയാവോളം സ്നേഹം പരസ്പരം നൽകുക. വേർപിരിയുന്നവരെ നോക്കി നിന്ന് കരയുന്നതിന്റെ പ്രധാന കാരണം നാം വേർപിരിയുന്ന വ്യക്തിക്ക് മതിയാവോളം സ്നേഹം നൽകിയിരുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് സംഭവിക്കുന്നതാണ്. പിതാവിന്റെ കരങ്ങളിൽ ഞാൻ എല്ലാം സമർപ്പിക്കുന്നുവെന്ന് ഒരു ചെറുപ്പക്കാരൻ പറയാനിടയായത് അവൻ വേർപിരിയും മുമ്പേ ഒരു കടലോളം സ്നേഹം മറ്റുള്ളവർക്ക് നൽകിയിരുന്നത് കൊണ്ടാണ്. നമുക്ക് നമ്മോടും മറ്റുള്ളവരോടും ചെയ്യാൻ പറ്റിയ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതു നന്മയും സ്നേഹമാക്കി തീർക്കുക എന്ന് മാത്രമാണ്. ജനനം എന്ന 3 അക്ഷരത്തിനും മരണം എന്ന 3 അക്ഷരത്തിനും ഇടയിലുള്ള ജീവിതം എന്ന 3 അക്ഷരം വിശുദ്ധി എന്ന 3 അക്ഷരത്തിലൂടെ ജീവിച്ചു തീർക്കുക. അങ്ങനെ എല്ലാവർക്കും സ്നേഹം നൽകിക്കൊണ്ട് ഈ നോമ്പ് ദിനങ്ങൾ നമുക്ക് അവസരമാകട്ടെ.